Flat panel display. It refers to a class of video device that have reduced volume, weight and power requirements compared to a CRT. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു വീഡിയോ ഡിവൈസാണ്. CRT ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വോളിയം, വെയിറ്റ്, പവർ ഇതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ദേ ആർ തിന്നർ ദാൻ CRTനേക്കാളും തിന്നർ ആയതുകൊണ്ട് തന്നെ ദേ ക്യാൻ ഹാങ് ഓൺ വാൾസ്, വെയർ ദം ഓൺ അവർ വ്രിസ്റ്റ്. അതായത് കയ്യിൽ ധരിച്ചുകൊണ്ട് നടക്കാം, അല്ലെങ്കിൽ വോളിൽ തൂക്കിയിടാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. ഇന്ന് കാണുന്ന കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സ്മോൾ TV, മോണിറ്റേഴ്സ്, കമ്പ്യൂട്ടേഴ്സ്, കാൽക്കുലേറ്റേഴ്സ്, പോക്കറ്റ് വീഡിയോ ഗെയിംസ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ആണ്. ഇനി ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇമ്മേഴ്സീവ് ഡിസ്പ്ലേ ആൻഡ് അതർ ഈസ് നോൺ ഇമ്മേഴ്സീവ് ഡിസ്പ്ലേ. ഇമ്മേഴ്സീവ് ഡിസ്പ്ലേ അഥവാ എമിറ്റേഴ്സ്, ഇറ്റ് ആർ ദ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ലൈറ്റ്. അതായത് ഇലക്ട്രിക്കൽ എനർജീനെ, വൈദ്യുതോർജ്ജത്തിന് പ്രകാശോർജ്ജമാക്കി മാറ്റുന്ന, ലൈറ്റ് എനർജി ആക്കി മാറ്റുന്ന എല്ലാ ഡിവൈസസിനെയും നമ്മൾ ഇമ്മേഴ്സീവ് ഡിസ്പ്ലേ എന്ന് വിളിക്കും. ഇതിന് എക്സാമ്പിളാണ് പ്ലാസ്മ പാനൽസ്, ഫിലിം ഇലക്ട്രോലുമിനസെൻ്റ് ഡിസ്പ്ലേ, LED ഒക്കെ. പ്ലാസ്മ ഡിസ്പ്ലേ അഥവാ ഗ്യാസ് ഡിസ്ചാർജ് ഡിസ്പ്ലേ. It constructed by a series of vertical conducting ribbons is placed on one glass panel and a set of horizontal ribbons into other glass panel. അതായത് രണ്ട് ഗ്ലാസ് പാനൽസ് ആണ് ഉണ്ടാവുക. ഒരു ഗ്ലാസ് പാനലിൽ വെർട്ടിക്കലായിട്ട് കണ്ടക്റ്റിംഗ് റിബൺസിനെ പ്ലേസ് ചെയ്യും, മറ്റൊരു ഗ്ലാസ് പാനലിൽ ഹൊറിസോണ്ടലായിട്ട് കണ്ടക്റ്റിംഗ് റിബൺസിനെ പ്ലേസ് ചെയ്യും. ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഒന്നിൽ വെർട്ടിക്കലായിട്ടും മറ്റൊന്നിൽ ഹൊറിസോണ്ടലായിട്ടും കണ്ടക്റ്റിംഗ് റിബൺസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഗ്യാസസ് ഇൻസേർട്ട് ചെയ്യും. സാധാരണയായിട്ട് യൂസ് ചെയ്യാൻ നിയോൺ പോലെയുള്ള ഗ്യാസസ് ആണ്. Applying varying voltages on conducting cause the gas at the intersection of two conductors to break down into glowing plasma of electrons and ions. ഇനി ഇതിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാസസ് രണ്ട് കണ്ടക്ടേഴ്സിനെയും ഇൻ്റർസെക്ഷൻ ചെയ്യിക്കും. അങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കണ്ടക്ടേഴ്സിൽ നിന്ന് ഗ്ലോയിങ് പ്ലാസ്മ പുറത്തേക്ക് വരും. ഇതാണ് ഒരു പ്ലാസ്മ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രിക്ട്ലി മോണോക്രോമാറ്റിക്. അതായത് ഒരു നിറത്തിനെ മാത്രമേ ഇതിൽ നിന്ന് ഡിസ്പ്ലേ ചെയ്യിക്കുള്ളൂ. സാധാരണയായിട്ട് ഗ്രേ കളറൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഇതാണ് ഒരു ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേൻ്റെ ഫിഗറാണിത്. നെക്സ്റ്റ് ഈസ് ഫിലിം ഇലക്ട്രോലുമിനസെൻ്റ് ഡിസ്പ്ലേ. ഇറ്റ് ഈസ് സിമിലർ ഇൻ കൺസ്ട്രക്ഷൻ ടു എ പ്ലാസ്മ പാനൽ. Difference is that the region between glass plates is filled with a phosphor. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പ്ലാസ്മ ഡിസ്പ്ലേൻ്റെ സെയിം കൺസ്ട്രക്ഷൻ തന്നെയാണ്. രണ്ട് ഗ്ലാസ് പാനൽസ് ഉണ്ട്, അതിനിടയിലേക്ക് നമ്മൾ ഗ്യാസ് ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം ഫോസ്ഫറാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അത് മാത്രമേ ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് ഉള്ളൂ. ബാക്കി കൺസ്ട്രക്ഷനൊക്കെ സെയിം ആണ് പ്ലാസ്മ ഡിസ്പ്ലേൻ്റെ. ഇനി ഇറ്റ് റിക്വയർ മോർ പവർ ദാൻ പ്ലാസ്മ പാനൽസ് ആൻഡ് ഗുഡ് കളർ. പ്ലാസ്മ പാനൽസിനേക്കാളും പവറും അതേപോലെ തന്നെ നല്ല കളറും ഒക്കെ തരുന്നത് ഫിലിം ഇലക്ട്രോലുമിനസെൻ്റ് ഡിസ്പ്ലേ ആണ്. അതിൻ്റെ ഫിഗറാണിത്. ഈ ഫോസ്ഫർ എന്ന് പറയുന്നത് സിങ്ക് സൾഫൈഡിൽ ഡോപ്പ് ചെയ്ത മാഗ്നീസ് ആണ്. അതാണ് ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അഥവാ LED. A matrix of diode is arranged to form the pixel position in the display and picture definition is stored in a refresh buffer. Information is read from the refresh buffer and convert to voltage levels that are applied to the diodes to produce the light pattern in the display. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് നമുക്ക് അറിയാം. ട്രാഫിക് സിഗ്നൽസ് അങ്ങനെ നമ്പർ പാറ്റേൺസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അധികം LEDs ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഡയോഡ്സിനെ മാട്രിക്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഏത് ഡിസ്പ്ലേ ആണ് നമുക്ക് വേണ്ട പിക്ചർ ഡിസ്പ്ലേ ചെയ്യേണ്ട പിക്ചർ ഏതാണോ അതിൻ്റെ രീതിയിൽ നമ്മൾ LED അറേഞ്ച് ചെയ്യും. എന്നിട്ട് ഈ അറേഞ്ച് ചെയ്ത ആ ഇൻഫർമേഷൻ നമ്മൾ റിഫ്രഷ് ബഫറിലേക്കാണ് കൊടുക്കുക. ബഫർ ഈ ഇൻഫർമേഷൻ റീഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള വോൾട്ടേജ് എത്രയാണോ അത് അപ്ലൈ ചെയ്യും. ഇങ്ങനെ വോൾട്ടേജ് ഈ ഡയോഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡയോഡ് ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റ് എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് വേണ്ട ഏത് പിക്ചർ ഏതാണോ അത് ഡിസ്പ്ലേ ആവും. ഇതാണ് ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതിൻ്റെ ഫിഗറാണിത്.
Next is a non-immersive display. Use optical effects to convert sunlight or light from some other source into graphical patterns. ഒരു ഇമ്മസീവ് നോൺ ഇമ്മസീവ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ എഫക്ട്സ് ടു കൺവേർട്ട് സൺലൈറ്റ് ഓർ ലൈറ്റ് ഫോം, ഏതെങ്കിലും ഒരു സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഫോംസിനെ മറ്റൊരു സോഴ്സ് ഓഫ് എനർജിയിലേക്ക് മാറ്റുന്ന ഡിവൈസസിനെയാണ് നോൺ ഇമ്മസീവ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, it can be commonly used in small systems such as calculators, portable laptop, computers, etc. അതായത് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കാൽക്കുലേറ്ററിൽ, കമ്പ്യൂട്ടേഴ്സിലെ, ലാപ്ടോപ്സിലൊക്കെയാണ്. ഇറ്റ് കൺസ്ട്രക്റ്റഡ് വിത്ത് 2 ഗ്ലാസ് പ്ലേറ്റ്സ് ഈച്ച് കണ്ടെയ്നിങ് എ ലൈറ്റ് പോളറൈസർ അറ്റ് റൈറ്റ് ആംഗിൾ ടു അതർ പ്ലേറ്റ് സാൻഡ്വിച്ച് ദ ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയൽ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഗ്ലാസ് പ്ലേറ്റ്സ് ഉണ്ടാവും. ഒരു ഗ്ലാസ് പ്ലേറ്റ്സിൻ്റെ അകത്ത് നമ്മൾ റോ ഓഫ് ഹൊറിസോണ്ടൽ ട്രാൻസ്പെറൻറ്റ് കണ്ടക്ടേഴ്സാണ് പ്ലേസ് ചെയ്യുന്നത്. ഒരു ഗ്ലാസ് പ്ലേറ്റ്സിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാന്ന് റോ ഓഫ് ഹൊറിസോണ്ടൽ ട്രാൻസ്പെറൻറ്റ് കണ്ടക്ടേഴ്സാണ്. മറ്റൊന്നിൽ നമ്മൾ വെർട്ടിക്കൽ കോളം ഓഫ് വെർട്ടിക്കൽ കണ്ടക്ടേഴ്സിനെയാണ് പ്ലേസ് ചെയ്യുക. In on-state, polarized light passing through the material is twisted so that it will pass through the opposite polarizer. The light is then reflected back to the viewer. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഫിഗറാണ് ഓൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓൺ സ്റ്റേറ്റിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ പ്ലാസ്മ അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് പ്ലാസ്മ പ്ലേറ്റ് ട്വിസ്റ്റഡ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റും എന്ത് ചെയ്യും, ട്വിസ്റ്റ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്ത ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വ്യൂവറിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുക. When the turn off of the pixel, we apply a voltage to 2 intersecting conductors to align the molecules so that the light is not twisted. It is called passive matrix LCD. ഇനി ഇത് ടേൺ ഓഫ് ചെയ്യുന്ന സമയത്ത്, വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഓഫ് സ്റ്റേറ്റിൽ നമുക്ക് കണ്ടാൽ അറിയാം ഇത് ട്വിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റ് എന്ത് ചെയ്യുന്നില്ല, ട്വിസ്റ്റ് ചെയ്ത് പോകുന്നില്ല. ഇത്തരം ഡിസ്പ്ലേനെയാണ് നമ്മൾ പാസീവ് മാട്രിക്സ് LCD എന്ന് പറയുന്നത്. The transistors are used to control the voltage at pixel location and prevent charge from gradually leaking out of the liquid crystal cells. These devices are called active matrix display. ഇനി ഈ ഒരു വോൾട്ടേജിന് പിക്സലിന് കൊടുക്കുന്ന വോൾട്ടേജിന് കൺട്രോൾ ചെയ്യുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആണെങ്കിൽ അത്തരം ഡിവൈസസിന് നമ്മൾ ആക്റ്റീവ് മാട്രിക്സ് ഡിസ്പ്ലേ എന്നാണ് പറയുക. ഇനി പിക്സൽ എന്ന് പറയുന്നത് 2 കണ്ടക്ടേഴ്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ്. അതാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റ് ആകുന്നേരം അത് ട്വിസ്റ്റ് ചെയ്ത് പോകുന്നില്ല. അതിനെയാണ് നമ്മൾ പിക്സൽ എന്ന് പറയുന്നത്. ഇതാണ് ഒരു പാസീവ് മാട്രിക്സ് LCDയിലൊരു ലാപ്ടോപ്പിൻ്റെ ഫിഗറാണിത്.